ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്താലോ നമുക്ക്? ഫ്ലൈറ്റ് റഡാർ 24 എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യണം. ആ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുന്ന സമയത്ത് നമുക്ക് ബേസിക്കലി മാപ്പ് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ മാപ്പിൽ ഇപ്പം എയറിലുള്ള എല്ലാ ഫ്ലൈറ്റുകളും, അതായത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന് എല്ലായിടത്തുള്ള ഇപ്പം എയറിലുള്ള എല്ലാ ഫ്ലൈറ്റുകളെയും നമുക്ക് ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യും. ബേസിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റിൻ്റെ വേർ ഈസ് മൈ ട്രെയിൻ, ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ഫ്ലൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫ്ലൈറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടി പറ്റും. ഈ ഫ്ലൈറ്റ് സമാറയിൽ നിന്ന് ഹമ്പൻടോട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 6:21 ഡിപ്പാർച്ചർ, 6 മണിക്കൂർ മുമ്പേ ഡിപ്പാർച്ചർ ചെയ്തിട്ടുള്ള ഫ്ലൈറ്റ് 1:03 എത്തുന്നതാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റും. അയോധ്യയിൽ നിന്ന് ബോംബെയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ്. ബോയിങ് 737 ആണിത്. അതുപോലെ തന്നെ ഇപ്പോൾ എത്ര ഫീറ്റിലാണ് ഇത് പറക്കുന്നത്, അങ്ങനെയുള്ള ബാക്കി ഡീറ്റെയിൽസ് ഇതിനകത്ത് അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതൊരു എയർ ബസ്സാണ്. ഇസ്താൻബുളിൽ ജക്കാർത്തയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എയർ ബസ്സാണ്. ഇത് മാത്രമല്ല, ഇത് എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു റൂട്ട് മാപ്പ് ഇതിനകത്ത് വേറെ കളറിൽ കാണാൻ വേണ്ടി പറ്റുകയും ചെയ്യും. ഒരു സിമ്പിൾ വെബ്സൈറ്റാണ്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. ചിലർക്ക് അറിയായിരിക്കാം, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയാണ്.